2018 മഹാപ്രളയം. ആ പ്രളയത്തിലാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ കെട്ടിടം ഉൾപ്പെടെ ഉപയോഗശൂന്യമായി മാറി. ഇതെല്ലാം സംഭവിച്ചിട്ട് 7 വർഷം കടന്നുപോയിരിക്കുന്നു. ഇന്നും മൂന്നാർ ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടാനുള്ളത് ആ പഴയ കവാടവും ഈ കെട്ടിടങ്ങളും മാത്രമാണ്. 600-ലേറെ വിദ്യാർത്ഥികൾ ഇരുന്ന് പഠിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മൂന്നാർ ഗവൺമെന്റ് കോളേജിന്. ഇന്നുള്ളത് 200 വിദ്യാർത്ഥികൾ. പുതിയ അഡ്മിഷന് അപേക്ഷ നൽകുന്നവർ നിലവിലെ ക്യാമ്പസ് കാണുമ്പോൾ പ്രവേശനം നിരസിച്ച് മറ്റു കോളേജുകൾ തേടിപ്പോകുന്നു. കാരണം DTPCയുടെ ബജറ്റ് ഹോട്ടലിനായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്നത്. PG വിദ്യാർത്ഥികൾക്ക് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലും പഠന സൗകര്യം ഒരുക്കിയിരിക്കുന്നു. പഠിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്നിട്ടും കോളേജ് അവിടെ കെട്ടാൻ ഇവിടെ കെട്ടാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടിക്ക് എടുത്തില്ല. അപ്പം ഞങ്ങൾ ഇപ്പോഴും ASF ആയിട്ട് ഞങ്ങൾ നല്ല ഒരു സമരമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും അതിന് ഒരു നടപടിക്ക് എടുത്തിട്ടില്ല. നിലവിലെ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നവയാണ്. കോളേജ് ക്യാമ്പസിനുള്ള ഒരടിസ്ഥാന സൗകര്യവുമില്ല. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം വൈകുന്നതിനെതിരെ ഭരണകക്ഷിയിലെ അടക്കം വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ സമരം ചെയ്യുന്നു. പുതിയ കോളേജ് വേണം, പുതിയ ഗ്രൗണ്ട് വേണം. നിങ്ങൾക്ക് ഫുള്ളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേ കോളേജിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കണം. അത് മാത്രം നിങ്ങൾക്ക് മതി, വേറെ ഒന്നും വേണ്ട. 2019-2020 ബജറ്റിൽ കോളേജ് നിർമ്മിക്കാൻ 25 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ ഭൂമിയില്ലാത്തതായിരുന്നു പ്രശ്നം. ഇപ്പോൾ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഭൂമി കോളേജ് നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ മണ്ണ് പരിശോധനയും കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഭൂമി കൈമാറുന്നതിലെ കാലതാമസമാണ് കെട്ടിട നിർമ്മാണം വൈകുന്നതിന് കാരണം. ഭൂമി കൈമാറ്റം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ഭരണ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. മൂന്നാറിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.